പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് ഈ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന്റെ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആയിരുന്നു. ഇവിടെ ആയിരുന്നു നമ്മൾ അവസാനിപ്പിച്ചത്. ദർ ആർ 4 ഇമ്പോർട്ടൻസ് കാറ്റഗറി ഓർ സ്റ്റെപ്സ് അല്ലെ, 4 പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് വഴിയാണ് റൂട്ട് നോഡ്യൂൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ വളരെ ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടുഡേ വി ആർ ഡിസ്കസിങ് ദ സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന്റെ കൺസെപ്റ്റ് തന്നെ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആണ്. എന്താണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ? കൺവേർഷൻ ഓഫ് നൈട്രജൻ ഇൻ ടു അമോണിയ ബൈ സിംബയോട്ടിക് ഓർഗാനിസം ഇസ് കോൾഡ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ. എന്താണ് കൺവേർഷൻ ഓഫ് നൈട്രജൻ ഇൻ ടു അമോണിയ? ഒരു നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലെ 78.09% നൈട്രജൻ എന്താക്കി മാറ്റണം? അമോണിയാക്കി മാറ്റണം. എങ്ങനെ? by a symbiotic nitrogen fixing organism is called symbiotic nitrogen fixation. The most common examples are Frangia and Rhizobium. These are the 2 common examples. They contain nitrogenous enzyme. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ that particular organism contain enzyme. They have ability to fix atmospheric nitrogen in the soil. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് അറ്റ്മോസ്ഫറിക് സോയില് നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. Hence these microbes are called nitrogen fixers. അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ മൈക്രോബിനെ നമ്മൾ നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് പറയാറുണ്ട്. So we can say that those organisms which contain certain enzyme, that is nitrogenous enzyme, and such enzyme containing organisms are called nitrogen fixers. See, they are soil bacteria. അത് പ്രധാനമായിട്ടും ഇതെല്ലാം ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നത് സോയിൽ ബാക്ടീരിയകളാണ്. റൈസോബിയം ലീഡ് എ സിംബയോട്ടിക് ലൈഫ് വിത്ത് ദ റൂട്ട്സ് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്. എന്തുകൊണ്ടാണ് റൈസോബിയം ഇത്രയും പോപ്പുലർ ആയെന്ന് വെച്ചാൽ റൈസോബിയത്തിന്റെ പ്രത്യേകത അത് എപ്പോഴും ലെഗ്യൂമിനസ് പ്ലാന്റിന്റെ റൂട്ടുമായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള കുടുംബശ്രീ ബന്ധമുണ്ട് എന്ന് പറയാം. ദ മൈക്രോബ്സ് ആർ അബ്സോർബിംഗ് ന്യൂട്രിയൻസ് ഫ്രം ദ പ്ലാന്റ്സ്. ഈ മൈക്രോബ് എന്ത് ചെയ്യും? ദേ ആർ ഓൾവേസ് ടേക്കിംഗ് ന്യൂട്രിയൻസ് ഫ്രം ദി roots of this particular plant. The leguminous plant are benefited by getting fixed nitrogen from the bacteria. Leguminous plant endu labikkum? They are benefited by nitrogen, or the leguminous plants are benefited by getting fixed nitrogen from bacteria. Leguminous plant ന് എന്ത് കിട്ടും? നൈട്രജൻ കിട്ടുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മൈക്രോബിന് ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. The bacterium enters the root cell and produces root nodule. നമ്മൾ കഴിഞ്ഞ സ്കീമിൽ പറഞ്ഞതാണ്. ബാക്ടീരിയം റൂട്ടിലോട്ട് എൻ്റർ ചെയ്യും, റൂട്ട് സെല്ലിലോട്ട് എൻ്റർ ചെയ്തിട്ട് എന്തായി മാറും? റൂട്ട് നൊഡ്യൂളായി മാറും. The bacteria multiply in the root nodule. ബാക്ടീരിയകൾ റൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. The bacteria use the root nodules as the nitrogen fixing factory. അങ്ങനെ എന്തായി മാറുന്നു? ഈ ബാക്ടീരിയ സ്വാഭാവികമായിട്ടും റൂട്ടിനുള്ളിൽ കയറി അവിടെ ഒരു നൊഡ്യൂൾ ഉണ്ടാവുകയും അത് സ്വാഭാവികമായിട്ടും നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഒരു വലിയ ഫാക്ടറിയായി മാറുകയും ചെയ്യും. The leguminous plant produces a red pigment called leg hemoglobin inside the root node. അത് നമ്മൾ ബയോകെമിസ്ട്രി പറയുമ്പോൾ പറയും. ഈ പറയുന്ന ലെഗ്യൂമിനസ് പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലെഗ്യൂമിനസ് പ്ലാന്റ് produces a red pigment called leg hemoglobin inside the root node. റൂട്ട് നോഡ്യൂളിനുള്ളിൽ ഒരു റെഡ് പിഗ്മെന്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. The leg hemoglobin combine with oxygen and provide an oxygen free environment for nitrogenous activity. അങ്ങനെ ഈ പറയുന്ന leg hemoglobin എന്ന് പറയുന്ന particular thing that will make an environment for nitrogenous enzyme activity. Nitrogenous enzyme നന്നായിട്ട് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രൊഡക്റ്റ് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. That protein is called leg hemoglobin. This and the enzyme nitrogenous become active in the absence of oxygen. ഈ എൻസൈം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നത് ഓക്സിജൻ ഇല്ലാത്ത സമയത്താണ്. ഓക്സിജൻ ഇനാക്ടിവേറ്റ് ദ എൻസൈം. പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് എൻസൈമിന് ഇനാക്ടിവേറ്റ് ആകും. The enzyme catalyze the reaction of nitrogen reduction. എൻസൈം എന്താണ് കാറ്റലൈസ് ചെയ്യുന്നത്? They will catalyze the reduction reaction. Nitrogenase is protein enzyme. നൈട്രജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനെ ഈസ് എ പ്രോട്ടീൻ എൻസൈം ആണ്. നൈട്രജൻ ഈസ് എ പ്രോട്ടീൻ എൻസൈം. ഒരു പ്രോട്ടീൻ എൻസൈം ആണ്. എല്ലാ എൻസൈമുകളും പ്രോട്ടീൻ ആണ് നമ്മൾ പറയാറില്ല. എനിവേ we can say that we have to specify that this is a protein enzyme. നമ്മൾ പറയാനുള്ളത് എങ്ങനെയാണ് ഈ പറയുന്ന നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട് നോഡുകൾ ഉണ്ടാവുന്നത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ ബയോകെമിസ്ട്രി ഓഫ് റൂട്ട് നോഡ്യൂൾ ഫോർമേഷൻ ആൻഡ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിശദമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്.
See, root nodule formed due to the infection of rhizobium. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റൂട്ട് നോഡുകൾ എങ്ങനെ ഉണ്ടാവുന്നത്? ഒരു ഇൻഫെക്ഷൻ ഭാഗമായിട്ടാണ്. ഫ്രീ ലിവിംഗ് ബാക്ടീരിയ ഗ്രോയിങ് നിയർ റൂട്ട് ഓഫ് ലെഗ്യൂംസ് unable to fix nitrogen. Free living bacteria growing near root of legumes unable to fix nitrogen in free condition. ഇത് നമുക്കറിയാം. Roots of the legumes secrete some growth factors help in fast multiplication of bacteria. ഈ ലെഗ്യൂമിനസ് റൂട്ടിന്റെ അറ്റത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രോത്ത് ഫാക്ടർ റിലീസ് ചെയ്യും. ആ ഗ്രോത്ത് ഫാക്ടർ ആണ് മൈക്രോബിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. എക്സാമ്പിൾ പറയാം. പൈസം സറ്റൈവം എന്ന് പറയുന്ന നമ്മൾ വാട്ട് ഈസ് പൈസം സറ്റൈവം? ഗ്രീൻ പീസ് ആണ്. സെക്രീറ്റ് എ ഹോമോസെറിൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഡാഷ് ഈസ് ദ കോമ്പൗണ്ട് വിച്ച് ഈസ് സെക്രീറ്റിംഗ് ഇൻ ദ റൂട്ട്സ് ഓഫ് പൈസം സറ്റൈവം. The secreting substance is called homoserine, also carbohydrate containing protein lectin over their surface. ഇപ്പൊ റൂട്ടിന്റെ സർഫസിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ് ആ കാർബോഹൈഡ്രേറ്റ്? ദാറ്റ് കാർബോഹൈഡ്രേറ്റ് ഇസ് കോൾഡ് ഹോമോസെറിൻ. ഇത് കൂടാതെ വി ക്യാൻ സേ ദാറ്റ് കണ്ടെയ്നിങ് എ പ്രോട്ടീൻ കോൾഡ് ലെക്റ്റിൻസ് ഓവർ ദെയർ സർഫസ്. അപ്പോ ഹോമോസെറിനും അതേപോലെ തന്നെ ഈ ലെക്റ്റിൻസും പ്ലാന്റിന്റെ ഈ ലെഗ്യൂമിനസ് പ്ലാന്റിന്റെ റൂട്ടിന്റെ മുകളിൽ ഇങ്ങനെ സെക്രീറ്റ് ചെയ്യപ്പെടും. See, this help in recognition and attachment of the rhizobial cell. ഈ പറയുന്ന സെക്രീഷൻ ആണ് ബാക്ടീരിയൽ സെല്ലിനെ അട്രാക്ട് ചെയ്യുന്നത്. റെക്കഗ്നൈസ് ചെയ്യും, അങ്ങോട്ട് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? നമ്മൾ ബിരിയാണിന്റെ ചെമ്പ് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ബിരിയാണി സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ ഒരു അട്രാക്ഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ? നോർമലിയാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. ഇതേപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഹോമോസറിന്റെയും ലെക്റ്റിന്റെയും സ്മെല്ല് കേൾക്കുമ്പോൾ നമ്മുടെ ബാക്ടീരിയ അറിയാതെ അങ്ങോട്ട് അങ്ങ് അട്രാക്ട് ചെയ്യപ്പെടും അല്ലെ? നല്ലൊരു DJ നമ്മൾ കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ ഡാൻസ് ചെയ്യുമെന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസം ഇങ്ങനെയുള്ള ആളുകളുടെ പ്രസൻസിന്റെ ബേസിൽ they will attracted to those roots. Rhizobial cell have carbohydrate receptor on their surface. റൈസോബിയൽ ഈ റൈസോബിയത്തിന് എന്ത് വേണം? കാർബോഹൈഡ്രേറ്റ് റിസീവ് ചെയ്യാനുള്ള ഒരു പ്രത്യേക സെല്ല് വേണം. അതുണ്ട്. ലെക്റ്റിൻ ഇന്ററാക്ട് വിത്ത് ദ കാർബോഹൈഡ്രേറ്റ് റിസെപ്റ്റർ ഓഫ് റൈസോബിയൽ സെൽ. അങ്ങനെ ലെക്റ്റിനും കാർബോഹൈഡ്രേറ്റും ഈ പറയുന്ന റൈസോബിയം സെല്ലിനെ വശീകരിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും. occur between root hair and young root hair. ഇത് സാധാരണ നടക്കുന്നത് റൂട്ട് ഹെയറും യങ്ങർ റൂട്ട് ഹെയറിന്റെയും ബേസിലാണ്. ബാക്ടീരിയ എൻ്റർ ദ റൂട്ട് ത്രൂ സോഫ്റ്റ് ഇൻഫെക്റ്റഡ് റൂട്ട് ഹെയർ. ബാക്ടീരിയ അങ്ങനെ മെല്ലെ ആ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുലമായിട്ടുള്ള റൂട്ടിന്റെ ഉള്ളിലോട്ട് ഈ പറയുന്ന ലെക്റ്റിന്റെയും ഹോമോസറിന്റെയും ബേസിൽ പ്രസൻസിൽ ഉള്ളിലോട്ട് കയറും. ടിപ്സ് ആർ ഡിഫോംഡ് ആൻഡ് കർവ്ഡ്. അങ്ങനെ സ്ലോലി ഈ പറയുന്ന പോർഷൻ ഈ റൂട്ട് ഹെയർ ഇങ്ങനെ കർവ് ചെയ്തു. Tubular infection thread is formed. അങ്ങനെ tubular infection thread ഉണ്ടാവുകയും in the root hair cell and bacteria enter into it. അങ്ങനെ സ്ലോലി ബാക്ടീരിയ അതിന്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് ആ സ്റ്റേജുകൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, നിങ്ങൾ റൂട്ട് ഹെയർ, ആ റൂട്ട് ഹെയറിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹോമോസെറിനും ലെക്റ്റിനും ഒക്കെ ഉണ്ടാവും. അങ്ങനെ റൂട്ട് ഹെയറിന്റെ തൊട്ട് വരും റെക്കഗ്നേഷൻ ആൻഡ് അറ്റാച്ച്മെന്റ്. റിക്കാസിയം മീഡിയേറ്റഡ് എന്നാ പറയാ, റിക്കാറ്റ്സിയൻ മീഡിയേറ്റഡ്. രണ്ടാമത്തെ എക്സ്ക്രീഷൻ ഓഫ് നോട്ട് ഫാക്ടേഴ്സ് ബൈ ബാക്ടീരിയം കോസിംഗ് റൂട്ട് ഹെയർസ് കേളിംഗ്. ഇൻവേഷൻ റൈസോബിയ പെനിട്രേറ്റ് റൂട്ട് ഹെയർ ആൻഡ് മൾട്ടിപ്ലൈ വിത്തിൻ ദ ഇൻഫെക്ഷൻ ത്രെഡ്. ബാക്ടീരിയ ഇൻഫെക്ഷൻ ത്രെഡ് ഗ്രോ ടുവേർഡ് ദ റൂട്ട് സെൽ. ഇൻഫെക്ഷൻ ത്രെഡ് വലുതാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇതാണ് നോർമൽ ആയിട്ടുള്ള ഈ പ്രോസസ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇൻഫെക്ഷൻ ത്രെഡ് ബാക്ടീരിയ ഇൻ ദ ഇൻഫെക്ഷൻ ത്രെഡ് ഗ്രോ ടുവേർഡ് ദ സെൽ. Then invalid plant cell, those nearby stimulated to divide. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. ഫോർമേഷൻ ഓഫ് ബാക്ടീരിയോയിഡ് സ്റ്റേറ്റ് വിത്തിൻ ദ പ്ലാന്റ് സെൽ. കണ്ടിന്യൂഡ് പ്ലാന്റ് ആൻഡ് ബാക്ടീരിയൽ സെൽ ഡിവിഷൻ. അങ്ങനെ റൂട്ട് നോഡ്യൂൾ ഉണ്ടാവുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. റൂട്ട് നോഡ്യൂളിന്റെ അടുത്തോട്ട് റൂട്ട് ഹെയറിന്റെ അടുത്തോട്ട് നമ്മുടെ റൈസോബിയം ബാക്ടീരിയ വരാൻ കാരണം അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ദാറ്റ് കാർബോഹൈഡ്രേറ്റ് ഈസ് കോൾഡ് ഹോമോസെറിൻ. ഇത് കൂടാതെ ഒരു പ്രോട്ടീൻ ഉണ്ട്. ദാറ്റ് പ്രോട്ടീൻ ഈസ് കോൾഡ് ലെക്റ്റിൻ. ഈ ലെക്റ്റിനും ഹോമോസെറിനും ആരെ അട്രാക്ട് ചെയ്യും? റൈസോബിയത്തിനെ അട്രാക്ട് ചെയ്യും. അങ്ങനെ സ്ലോലി റൈസോബിയം ഉള്ളിലോട്ട് വരികയും ഉള്ളിലോട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് റൂട്ട് ഹെയർ ഇങ്ങനെ കർവാവുകയും കർവായതിന്റെ ഉള്ളിലൂടെ ഈ പറയുന്ന റൈസോബിയം സെൽ എൻ്റർ ചെയ്തിട്ട് പിന്നെ റൈസോബിയം സെൽ അങ്ങ് പെരുകും. Lots of microbial cell have been produced as a result of this multiplication, and finally we can say that this type of nodule has been formed, and this nodule which contain the large number of rhizobium, that is why it is called the റൈസോബിയം ഇൻഡസ്ട്രി. റൈസോബിയത്തിന്റെ വലിയൊരു വ്യവസായശാലയായിട്ട് ഇത് മാറുന്നു. ഇങ്ങനെ ഒരുപാട് റൂട്ട് നോഡ്യൂളുകൾ ഉണ്ടാവുമ്പോൾ നൈട്രജൻ വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. See, this is a normal picture that we are studying during the plus 2 classes. അല്ലേ? നമ്മൾ പണ്ട് വരച്ച സാധനങ്ങളാണ്. You can also take this for your examination point. ഈ രീതിയിലാണ്, ഇതാണ് അവസാനത്തെ പോയിന്റ്. അങ്ങനെ റൂട്ടിന്റെ ഉള്ളിലോട്ട് വന്ന് നമ്മുടെ
സ്റ്റീൽ ആ റീജിയനിലോട്ട് എത്തും എന്നുള്ളതാണ് കഥ. ഓക്കെ, ദിസ് ഈസ് ദ നോർമൽ പ്രോസസ്. യു ക്യാൻ സി റൈസോബിയം വന്നു, കർവ് ചെയ്തു, അവസാനം ഇത് കംപ്ലീറ്റ് റൈസോബിയം സെല്ലായി മാറുന്നു. ദ ഫൈനൽ സ്റ്റേജ് ക്ലൈമാക്സ് ഈസ് നത്തിങ് ബട്ട് ദിസ് ഈസ് എ ക്ലൈമാറ്ററിക് സ്റ്റേജ്. ദെൻ ഇനി എന്താ കഥ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റർ ചെയ്യണമല്ലോ. നമ്മൾ നൈട്രജൻ ഫിക്സ് ചെയ്തു കഥ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വി ഹാവ് ടു എക്സ്പെരിമെന്റലി പ്രൂവ് ദ ഫിക്സേഷൻ ഓഫ് നൈട്രജൻ വിത്തിൻ ദ റൂട്ട് നൊഡ്യൂൾസ്. അങ്ങനെ ഈ റൈസോബിയം എൻ്റർ ചെയ്തു, ന്യൂ സെൽസ് വാൾ ഈസ് ഫോംഡ്, ട്യൂബുലർ ഇൻഫെക്ഷൻ കണ്ടെയ്ൻ mucopolysaccharide where bacteria embedded and start multiplication. That is very important point. നമ്മൾ +2 ഒന്നും പഠിക്കാത്തതാണ്. അതായത് ട്യൂബുലർ ഇൻഫെക്ഷൻ നടത്തി അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ റൈസോബിയം കയറിയിരുന്നു. ഇത് എവിടെയാണ് നിൽക്കുന്നത്? മ്യൂക്കോപോളിസാക്കറൈഡ് എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള കണ്ടന്റ് വേർ ബാക്ടീരിയ എംബഡഡ് ആൻഡ് സ്റ്റാർട്ട് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ മ്യൂക്കോപോളിസാക്കറൈഡ് എന്ന് പറയുന്ന കുളത്തിൽ ഇങ്ങനെ നീന്തി നിൽക്കുന്ന ബാക്ടീരിയ they will divide and redivide to form a bulk number of rhizobia. It grows much and reaches the inner layer of the cortex and the bacterium is released. അങ്ങനെ ഇന്നർ ലെയർ വരെ റൂട്ടിന്റെ ഉള്ളിൽ അതായത് കോർട്ടക്സ് വരെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കും. And finally they will release the rhizobia. It induces the cortical cell to multiply which result in the formation of nodules on the surface. അങ്ങനെ slowly കോർട്ടിക ഫസ്റ്റ് തന്നെ നമുക്കറിയാം സെൽ വാൾ കഴിഞ്ഞു നമ്മൾ എപ്പിഡെർമിസ് കഴിഞ്ഞു, ഹൈപ്പോഡെർമിസ് കഴിഞ്ഞു, കോർട്ടക്സിലോട്ട് കയറി, കോർട്ടക്സ് കഴിഞ്ഞാൽ പിന്നുള്ളത് സ്റ്റീലാണ്. അങ്ങനെ കോർട്ടിക്കൽ റീജിയനിലോട്ട് കയറി അവിടെയും ഇത് സ്പ്രെഡ് ചെയ്യും. The bacterial cell multiplied and colonies in the multiplying host cell. അങ്ങനെ വലിയ വലിയ കോളനികൾ ഉണ്ടാക്കുന്നത്. വലിയ കോളനി ഉണ്ടാക്കിയ അവസാനം ഇതിന്റെ എൻ്റർ ആയിരിക്കുന്ന പോർഷനിലോട്ട് ഈ മൈക്രോ ഓർഗാനിസം എൻ്റർ ചെയ്യും, സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. ആഫ്റ്റർ ഹോസ്റ്റ് സെൽസ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ്. അങ്ങനെ ഹോസ്റ്റ് സെല്ലിന്റെ ഭാഗങ്ങൾ മുഴുവനും ഈ റൈസോബിയം ഫിൽ ചെയ്യും. ബാക്ടീരിയൽ സെൽ ബിക്കം ഡോർമൻ. അങ്ങനെ ബാക്ടീരിയ മാത്രമായി ഡോമിനേറ്റ് ചെയ്യും. ബാക്ടീരിയൽ സെല്ല് ഡോമിനേറ്റ് ചെയ്യുന്ന ആ സ്റ്റേജിനെ നമ്മൾ ബാക്ടീരിയോയിഡ് എന്ന് പറയും. ഫ്ലോട്ട് ഇൻ ലെഗ് ഹ്യൂമോഗ്ലോബിൻ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അത് ഫ്ലോട്ട് ചെയ്യും. അത് ഈ പറയുന്ന ബാക്ടീരിയോയിഡ് ലെഗ് ഹീമോഗ്ലോബിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഇറ്റ്സ് എ റെഡിഷ് പിഗ്മെന്റ് ഇൻ സൈറ്റോപ്ലാസം ഓഫ് ദ ഹോസ്റ്റ് സെൽ. എന്താണ് ഈ പറയുന്ന ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ ആണ്. അതിന് റെഡ് കളർ ഉണ്ട്. അത് റെഡിഷ് പിഗ്മെന്റ് ഉള്ള ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ ആണ്. അത് സൈറ്റോപ്ലാസത്തിലാണുള്ളത്. ഇവിടെ ഹോസ്റ്റ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഈ പറയുന്ന ലെഗ് ഹീമോഗ്ലോബിൻ ഉണ്ട്. അത് ലെഗ്യൂമിനസ് പ്ലാന്റിന് വളരെ പ്രത്യേകമാകപ്പെട്ട ഒരു സവിശേഷതയാണ്. അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇറ്റ് ഹാസ് എഫിഷ്യന്റ് ഓക്സിജൻ സ്കാവെഞ്ചർ. ഓക്സിജനെ മുഴുവനും എടുത്തു മാറ്റും. കാരണം നമ്മുടെ ഓക്സിജന്റെ പ്രസൻസിൽ ഈ നൈട്രജനേസ് ആക്ടിവിറ്റി നടക്കൂല. അപ്പൊ എന്ത് ചെയ്യും? ഇതിന് പറ്റിയിട്ട് ദൈവം തമ്പുരാൻ അവിടെ ആരുണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഒരു ലെഗ് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലെഗ് ഹീമോഗ്ലോബിന്റെ പ്രത്യേകത എന്താണ്? അത് കംപ്ലീറ്റ് ഓക്സിജൻ റിമൂവ് ചെയ്യും. ദാറ്റ് ഈസ് എ സ്കാവെഞ്ചർ. മെയിൻറ്റെയിൻ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ. അതുകൂടാതെ ഓക്സിജന് സ്റ്റഡി സ്റ്റേറ്റ് ഉണ്ടാക്കപ്പെടും. സ്റ്റിമുലേറ്റ് ATP പ്രൊഡക്ഷൻ. അതുകൂടാതെ എനർജി ഉൽപ്പാദിപ്പിക്കും. പ്രസന്റ് സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ലെഗ് ഹീമോഗ്ലോബിൻ ഈസ് നോട്ട് എസെൻഷ്യൽ. പലപ്പോഴും പുതിയ പാഠങ്ങൾ പറയുന്നത് ലെഗ് ഹീമോഗ്ലോബിൻ അത്ര പ്രാധാന്യമില്ല എന്നാണ്. നൈട്രോജീനസ് കോമ്പൗണ്ട് സിന്തസൈസ്ഡ് ഈസ് ട്രാൻസ്ലോക്കേറ്റഡ് ത്രൂ വാസ്കുലർ ടിഷ്യൂ. നൈട്രോജീനിയസ് കോമ്പൗണ്ട് ഇവിടെ ഈ ഭാഗത്ത് സിന്തസൈസ് ചെയ്യപ്പെടുകയും വാസ്കുലർ ടിഷ്യൂസ് വഴി പ്ലാന്റിന്റെ മറ്റു ഭാഗങ്ങളിലോട്ട് എത്തിക്കുകയും ചെയ്യും. ഗ്രൂപ്പ് ഓഫ് റൈസോബിയ സറൗണ്ടഡ് ബൈ ഡബിൾ മെംബ്രെയിൻ ഒറിജിനേറ്റഡ് ഫ്രം ഹോസ്റ്റ് സെൽ വാൾ. A group of rhizobia surrounded by double membraneous originated from the host cell wall. Host cell wallന്റെ ചുറ്റിലും ഈ റൈസോബിയ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ബാക്ടീരിയോട് ലാക്ക് ഫോം വാൾ. ബാക്ടീരിയോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരിക്കലും ഫേം ആയിട്ടുള്ള ഒരു വാളില്ല. ദേ ആർ ഓസ്മോറ്റിക്കലി ലയബിൾ. പലപ്പോഴും ഓസ്മോസിന്റെ ഭാഗമായിട്ട് അത് ലയബിൾ ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി we are going to discuss about the biochemistry of nitrogen. ഇപ്പൊ ഇതിനുള്ളിൽ ആള് വന്നു നിന്നു. ഇനി യഥാർത്ഥത്തിലുള്ള പ്രോസസ് നടന്നിട്ടില്ല. ആള് വന്നു, എല്ലാം റെഡിയാണ് അല്ലെ. ബാക്ടീരിയോട് വന്നു, പല പ്രോസസ് വഴി ബാക്ടീരിയ ഉള്ളിൽ വന്നു, അതിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, ലൈക്ക് ഹ്യൂമോഗ്ലോബിന്റെ പ്രസൻസ് എല്ലാം പറഞ്ഞു. ഇനി the next most important step is the biochemistry that we will discuss in next class. But today I have to give a small tips about biochemistry of nitrogen fixation. ബേസിക് റിക്വയർമെന്റ് ഇത്രയും ആളുകൾ നൈട്രജൻ ഫിക്സേഷൻ വേണം. എന്തൊക്കെയാണ്? ഒന്ന്, നൈട്രോജിനേസ് ആൻഡ് ഹൈഡ്രോജിനേസ് എൻസൈം വേണം. പ്രൊട്ടക്റ്റീവ് മെക്കാനിസം അഗെയിൻസ്റ്റ് ഓക്സിജനെതിരായിട്ട് നല്ലൊരു മെക്കാനിസം വേണം. ഫെറിഡോക്സിൻ വേണം. ഹൈഡ്രജൻ റിലീസിംഗ് സിസ്റ്റം ഓർ ഇലക്ട്രോൺ ഡോണർ വേണം. പൈറുവിക് ആസിഡ് ഓർ ഗ്ലൂക്കോസ് ആർ ദ ഇമ്പോർട്ടന്റ് ഇലക്ട്രോൺ ഡോണർ. ദെൻ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ATP വേണം. കോഎൻസൈം ആൻഡ് കോഫാക്ടർ ദാറ്റ് ഈസ് ടൈറോസിൻ പൈറോഫോസ്ഫേറ്റ്, കോഎൻസൈം ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആൻഡ് മെഗ്നീഷ്യം വേണം. കൊബാൾട്ട് ആൻഡ് മോളിബ്ഡിനം വേണം. കാർബൺ കോമ്പൗണ്ട് വേണം. ഇത്രയും ആളുകളുടെ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ പ്രസൻസിൽ മാത്രമേ നൈട്രജന്റെ fixation നടക്കും. So we can say that the real biochemistry will discuss in next